നേർവീഥി. ഇവാഞ്ചലിസ്റ്റ് കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. യിരെമ്യാ പ്രവചനം 50-ാം അധ്യായം. ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ. യിരെമ്യാ പ്രവാചകൻ മുഖാന്തരം യഹോവ ബാബേലിനെ കുറിച്ചും കൽദേ ദേശത്തെക്കുറിച്ചും കൽപ്പിച്ച അരുളപ്പാട്. ജാതികളുടെ ഇടയിൽ പ്രസ്താവിച്ച് പ്രസിദ്ധമാക്കുവീൻ, കൊടി ഉയർത്തുവീൻ, മറച്ചുവെക്കാതെ ഘോഷിപ്പീൻ. ബാബേൽ പിടിക്കപ്പെട്ടിരിക്കുന്നു, ബേൽ ലജ്ജിച്ചുപോയി. മോരോദാക്ക് തകർന്നിരിക്കുന്നു, അതിലെ വിഗ്രഹങ്ങൾ ഒലിച്ചുപോയി. അതിലെ ബിംബങ്ങൾ തകർന്നിരിക്കുന്നു എന്ന് പറവീൻ. വടക്ക് നിന്ന് ഒരു ജാതി അതിന് നേരെ പുറപ്പെട്ടു വരുന്നു. അത് ആ ദേശത്തെ ശൂന്യമാക്കുന്നു, അതിലാരും വസിക്കുന്നില്ല. മനുഷ്യരും മൃഗങ്ങളും ഓടിപ്പോയി കളയുന്നു. ആ നാളുകളിൽ, ആ കാലത്ത് ഇസ്രായേൽ മക്കളും യഹൂദ മക്കളും ഒരുമിച്ച് കരഞ്ഞ് കൊണ്ട് വന്ന് തങ്ങളുടെ ദൈവമായ യഹോവയെ അന്വേഷിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. അവർ സിയോനിലേക്ക് മുഖം തിരിച്ച് അതിനെക്കുറിച്ച് ചോദിച്ചുകൊണ്ട് വരുവീൻ. മറന്നു പോകാത്തതായ ഒരു ശാശ്വത നിയമത്താൽ നമുക്ക് യഹോവയോട് ചേർന്നുകൊള്ളാം എന്ന് പറയും. എൻ്റെ ജനം കാണാതെ പോയ ആടുകൾ ആയിത്തീർന്നിരിക്കുന്നു. അവരുടെ ഇടയന്മാർ അവരെ തെറ്റിച്ച് മലകളിൽ ഉഴന്ന് നടക്കുമാറാക്കിയിരിക്കുന്നു. അവർ മലയിൽ നിന്ന് കുന്നിന്മേൽ പോയി തങ്ങളുടെ കിടപ്പിടം മറന്നു കളഞ്ഞു. അവരെ കാണുന്നവർ ഒക്കെയും അവരെ തിന്നു കളയുന്നു. അവരുടെ വൈരികൾ നാം കുറ്റം ചെയ്യുന്നില്ല. അവർ നീതി നിവാസമായ യഹോവയോട്, അവരുടെ പിതാക്കന്മാരുടെ പ്രത്യാശയായ യഹോവയോട് തന്നെ പാപം ചെയ്തുവല്ലോ എന്ന് പറഞ്ഞു. ബാബേലിൽ നിന്ന് ഓടി കൽദേ ദേശം വിട്ടുപോകുവീൻ. ആട്ടിൻകൂട്ടത്തിന് മുമ്പായി നടക്കുന്ന മുട്ടാടുകളെപ്പോലെ ആയിരിപ്പീൻ. ഞാൻ ബാബേലിൻ്റെ നേരെ വടക്കേ ദേശത്തു നിന്ന് മഹാജാതികളുടെ കൂട്ടത്തെ ഉണർത്തി വരുത്തും. അവർ അതിൻ്റെ നേരെ അണിനിരത്തും. അവിടെ വെച്ച് അത് പിടിക്കപ്പെടും. അവരുടെ അമ്പുകൾ വെറുതെ മടങ്ങാതെ സമർത്ഥ വീരൻ്റെ അമ്പുകൾ പോലെയിരിക്കും. കൽദേ ദേശം കൊള്ളയിട്ട് പോകും. അതിനെ കൊള്ളയിടുന്നവർക്ക് ഏവർക്കും തൃപ്തി വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. എൻ്റെ അവകാശം കൊള്ളയിട്ടവരെ, നിങ്ങൾ സന്തോഷിക്കുന്നത് കൊണ്ട്, നിങ്ങൾ ഉല്ലസിക്കുന്നത് കൊണ്ട്, ധാന്യം മെതിക്കുന്ന പശുക്കിടാവിനെ പോലെ തുള്ളിക്കളിക്കുന്നത് കൊണ്ട്, ബലമുള്ള കുതിരയെപ്പോലെ നിങ്ങൾ ചിറാലിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ അമ്മ ഏറ്റവും ലജ്ജിക്കും. നിങ്ങളെ പ്രസവിച്ചവൾ നാണിച്ചു പോകും. അവൾ ജാതികളിൽ അന്ത്യജാതിയും മരുഭൂമിയും വരണ്ട നിലവും ശൂന്യദേശവുമാകും. യഹോവയുടെ ക്രോധം ഹേതുവായി അത് നിവാസികളില്ലാതെ അശേഷം ശൂന്യമായിത്തീരും. ബാബേലിന് അരികത്തുകൂടി കടന്നുപോകുന്ന ഏവരും സ്തംഭിച്ച് അതിൻ്റെ സകലപാതകളും നിമിത്തം ചൂളകുത്തും. ബാബേലിൻ്റെ നേരെ ചുറ്റും അണിനിരത്തുവീൻ. എല്ലാ വില്ലാളികളുമായുള്ളവരെ അമ്പുകളെ ലോപിക്കാതെ അതിലേക്ക് എയ്തു വിടുവീൻ. അത് യഹോവയോട് പാപം ചെയ്തിരിക്കുന്നുവല്ലോ. അതിന് ചുറ്റും നിന്ന് ആർപ്പിടുവീൻ. അത് കീഴടങ്ങിയിരിക്കുന്നു. അതിൻ്റെ കൊത്തളങ്ങൾ വീണുപോയി, അതിൻ്റെ മതിലുകൾ ഇടിഞ്ഞിരിക്കുന്നു. ഇത് യഹോവയുടെ പ്രതികാരമല്ലോ. അതിനോട് പ്രതികാരം ചെയ്യുവീൻ. അത് ചെയ്തതുപോലെ അതിനോട് ചെയ്യുവീൻ. വിതയ്ക്കുന്നവനെയും കൊയ്ത്തുകാലത്ത് അരിവാൾ പിടിക്കുന്നവനെയും ബാബേലിൽ നിന്ന് ഛേദിച്ചു കളവീൻ. നശിപ്പിക്കുന്ന വാൾ പേടിച്ച് ഓരോരുത്തൻ സ്വജനത്തിൻ്റെ അടുക്കൽ മടങ്ങിപ്പോകുകയും സ്വദേശത്തേക്ക് ഓടിപ്പോകുകയും ചെയ്യും. ഇസ്രയേൽ ചിന്നിപ്പോയ ആട്ടിൻകൂട്ടമാകുന്നു. സിംഹങ്ങൾ അതിനെ ഓടിച്ചു കളഞ്ഞു. ആദ്യം അശൂർ രാജാവ് അതിനെ തിന്നു ഒടുക്കം ഇപ്പോൾ ബാബേൽ രാജാവായ നെബൂഖദ്നേസർ അതിൻ്റെ അസ്ഥികളെ ഒടിച്ചു കളഞ്ഞു. അതുകൊണ്ട് ഇസ്രയേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ അശൂർ രാജാവിനെ സന്ദർശിച്ചതുപോലെ ബാബേൽ രാജാവിനെയും അതിൻ്റെ രാജ്യത്തെയും സന്ദർശിക്കും.
പിന്നെ ഞാൻ ഇസ്രയേലിനെ അവൻ്റെ മേറ്റിൽ പുറത്തേക്ക് മടക്കി വരുത്തും. അവൻ കർമ്മേലിലും ബാശാനിലും മേഞ്ഞ് കൊണ്ടിരിക്കും. എഫ്രയീം മലനാട്ടിലും ഗിലെയാദിലും മേഞ്ഞ് അവന് തൃപ്തി വരും. ഞാൻ ശേഷിച്ച് വയ്ക്കുന്നവരോട് ക്ഷമിക്കയാൽ ആ നാളുകളിൽ ആ കാലത്ത് ഇസ്രയേലിൻ്റെ അകൃത്യം അന്വേഷിച്ചാൽ അത് ഇല്ലാതെയിരിക്കും. യഹൂദയുടെ പാപങ്ങൾ അന്വേഷിച്ചാൽ കാണുകയില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. യഹൂദയെ അടിമപ്പെടുത്തിയ ബാബേലിൻ്റെ മേൽ ദൈവം ന്യായവിധി പകരുന്നതാണ് 50-ാം അധ്യായം. ഇത് 70 വർഷ പ്രവാസത്തിന് ശേഷം സംഭവിക്കുന്നതാണ്. എന്നാൽ അതൊരിക്കലായി പെട്ടെന്ന് സംഭവിക്കുന്നതല്ല. ആദ്യം പേർഷ്യക്കാരും പിന്നീട് മേദ്യരും ബാബേലിനെ തോൽപ്പിച്ച് ആധിപത്യം നേടിയെങ്കിലും അവർ പട്ടണങ്ങളെയോ ഗ്രാമങ്ങളെയോ മനുഷ്യരെയോ നശിപ്പിച്ചില്ല. ക്രമേണയായും ദീർഘനാളുകൾ കൊണ്ടുമാണ് സർവനാശം സംഭവിച്ചത്. ബാബിലോണിൻ്റെ സർവനാശം വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായത്തിലാണ് മഹതിയാം ബാബിലോൺ നശിച്ചു എന്ന് നാം കാണുന്നത്. ഇത് വേദപുസ്തക രചനയുടെ ഒരു ശൈലിയാണ്. യേശു ഭൂമിയിലേക്ക് ഒന്നാമത് വരുന്നത് ദൈവത്തിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും പ്രതികാര ദിവസത്തിനുമാണെന്നാണ് യെശയ്യാവ് എഴുതിയത്. എന്നാൽ പ്രസാദവും പ്രതികാരവും തമ്മിൽ സഹസ്രാബ്ദങ്ങളുടെ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് യേശു നസ്രയത്തിലെ പള്ളിയിൽ പ്രസാദവർഷം പ്രസംഗിപ്പാൻ അയച്ചു എന്ന് പറഞ്ഞ് പുസ്തകം മടക്കിക്കൊടുത്തത്. പ്രതികാരത്തിൻ്റെ കാര്യം പറഞ്ഞില്ല. യോഹന്നാൻ സ്നാപകൻ യേശുവിനെക്കുറിച്ച് യേശു പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കുമെന്ന് പറഞ്ഞു. അവ തമ്മിലും സഹസ്രാബ്ദങ്ങളുടെ അകലമുണ്ട്. ബാബേലിൻ്റെ ന്യായവിധിയുടെ ചില കാരണങ്ങൾ യെരമ്യാവ് 50-ലുണ്ട്. ഒന്നാമത്തേത് അവരുടെ വിഗ്രഹ സേവയാണ്. സത്യദൈവം യഹോവയാണെന്ന് അവർ അറിഞ്ഞിട്ടുണ്ട്. എന്നാൽ അവർ ബേലിലും മേരോദേക്കിലും ആശ്രയിച്ച് അതിനെ ഭജിച്ചു എന്നാണ് 2-ാം വാക്യം പറയുന്നത്. മറ്റൊന്ന് അവരുടെ അഹങ്കാരമാണ്. ഇസ്രയേലിനെ അവർ തോൽപ്പിച്ചത് അവരുടെ പുണ്യം കൊണ്ടാണ്, അവരുടെ നന്മ കൊണ്ടാണ് എന്നാണ് അവർ വിചാരിച്ചത്. ഇസ്രയേൽ തോൽപ്പിക്കപ്പെട്ടത് ഇസ്രയേലിൻ്റെ പാപം കൊണ്ടാണ്, അല്ലാതെ ബാബേലിൻ്റെ പുണ്യം കൊണ്ടല്ല. മൂന്നാമത് അവർ ശങ്ക കൂടാതെ ദൈവത്തിൻ്റെ മന്ദിരം തകർത്തു എന്നുള്ളതാണ് 28-ാം വാക്യം. ദൈവജനത്തോട് അവർ ചെയ്തതിന് തുല്യം ദൈവം അവരോട് ചെയ്തു. ദൈവജനമായ യഹൂദ അനുതപിച്ചതിനാൽ ദൈവം അവരോട് ക്ഷമിച്ചു. ദൈവത്തിൻ്റെ ഇടപെടൽ മനസ്സിലാക്കിയ ബാബേൽ ഇസ്രായേലിനെ വിട്ടയച്ചു. പക്ഷേ ആ ബാബേൽ സാമ്രാജ്യം എന്നേക്കുമായിട്ട് തകർന്നു പോകാൻ ഇടയായി. അവരുടെ സന്തതി പരമ്പരകളൊന്നും പിന്നെ ഭരണത്തിൽ വന്നില്ല. വേറെ ആളുകളാണ് ഭരണത്തിൽ വന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് തരുന്ന അവസരങ്ങൾ വിനയത്തോടും താഴ്മയോടും കൂടെ വിനിയോഗിക്കുവാൻ നമ്മൾ തയ്യാറാകണം. ദൈവം നമുക്ക് കഴിവുകളും കൃപാവരങ്ങളും ഒക്കെ തരുമ്പോൾ അത് ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് വിശ്വസ്തയോടെ വിനയത്തോടെ താഴ്മയോടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, ഉയർത്തുവാൻ, ആളുകളെ ദൈവത്തെങ്കിലേക്ക് കൊണ്ടുവരുവാൻ നാം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും കർത്താവ് നമ്മെ അനുഗ്രഹിക്കും, നമ്മുടെ തലമുറകളെ അനുഗ്രഹിക്കും എന്നുള്ള പാഠം പഠിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.